ഹായ് എൻ്റെ ചങ്കുകളെ, നിങ്ങളെ വാഹനത്തിന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വെള്ളം കയറിയുള്ള അവസ്ഥകൾ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ. കണ്ട വെള്ളം ഇറങ്ങി. ഇതിൻ്റെ ഓയിൽ കൂളറുണ്ട്, ഇതിൻ്റെ കൂളറുണ്ട്. ആ കൂളറിന് ഇത് സാധനം പോയതാണ്. അങ്ങനെ പോയപ്പോൾ ഇതിലെ വെള്ളം ഗിയർ ബോക്സിൽ ഇറങ്ങി. ഗിയർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പാടായിരുന്നു. ഗിയർ വരില്ല, ഇങ്ങനെ വെള്ളം ഇല്ലാത്തായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ച് റബ്ബറാണ്. ഇതിനാണെങ്കിൽ റബ്ബറിലുണ്ട്. ഈ റബ്ബർ മൊത്തം മാറിയാലേ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്താ ഇത്രയും പൊളിച്ചെടുക്കണം. എന്താ എല്ലാം പൊളിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി നമ്മൾ ഡീസലൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഈ ചെറിയ സാധനം ഇതാണ് പമ്പിന്. ഈ പമ്പിൻ്റെ ബോട്ട് ഇവിടെ 2 ബോട്ടുണ്ട്. അത് കണക്കിയാൽ ഈ കവർ വരുന്നത് കേട്ടോ. എല്ലാം അടിച്ച് വലിച്ച് എടുക്കരുത്. ആ ചെറിയ പുള്ളി ഇവിടെ ഇട്ടല്ലേ ഈ കവർ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കിടക്കും. ഇനിയെല്ലാം ക്ലീൻ ചെയ്താൽ മതി. ക്ലീൻ ചെയ്ത് പൊടിയാക്കിയാൽ മതി. തിരിച്ചുറപ്പം ചെയ്യണം. അതെ, തിരിച്ച് കയറണം. അപ്പം ഇത് കുറച്ച് റബ്ബറുണ്ട്, അതെല്ലാം പിരിയിപ്പോയി. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ വണ്ടിക്കുള്ള കംപ്ലൈൻറ്റ്.